മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സമാധാന കരാർ നിലവിൽ വന്നതിന് പിന്നാലെ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ. ഗാസയിൽ വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഈ ഒരു വെടിനിർത്തൽ കരാറിന് ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നത്. 5 പേരാണ് ഈ ഒരു വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഈജിപ്തിൽ നടന്ന സമാധാന ഉച്ചകോടിയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും ഇസ്രയേലിൽ ഹമാസിൽ ഇസ്രയേലിൻ്റെ ആക്രമണം ഗാസയിൽ ഇസ്രയേലിൻ്റെ ആക്രമണം തുടരുന്നുവെന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും 5 പേരെ വെടിവെച്ച് കൊന്നു. ഇസ്രയേൽ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 5 പലസ്തീനികളെ വെടിവെച്ച് കൊലപ്പെടുത്തി എന്നതാണ് ഇസ്രായേൽ പ്രതിരോധ സേന വെടിവെച്ച് കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചെന്ന് ആരോപിച്ചാണ് IDF, അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ആക്രമണം ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം. കരാർ ലംഘിച്ച് സൈന്യത്തിനടുത്തേക്ക് വന്ന 5 പേരെയാണ് കൊലപ്പെടുത്തിയതെന്നതാണ് പറയുന്നത്. അവരെ അകറ്റാൻ ശ്രമിച്ചെങ്കിലും പിന്തിരിഞ്ഞില്ല. ഇതോടെയാണ് വെടി ഉതിർത്തതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതേസമയം പുനരധിവാസ മേഖലയിൽ നിലയുറപ്പിച്ച ഇസ്രായേലി സൈനികരെ സമീപിച്ച പലസ്തീനികളെയാണ് വധിച്ചതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ രീതിയിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും വടക്കൻ ഗാസ മുനമ്പിൽ പ്രവർത്തിക്കുന്ന IDF, അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് സമീപത്തേക്ക് വന്ന സംശയാസ്പദമായ സാഹചര്യത്തിൽ വന്നവരെയാണ് വെടിവെച്ചതെന്നാണ് ഈ ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്ന കാര്യം. ആ രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. എന്തായാലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ സമാധാന കരാർ പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യമുണ്ടായി. 2ാം ഘട്ടത്തിലേക്കുള്ള ചർച്ചകളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. കൂടാതെ ബന്ധുക്കളെല്ലാം തന്നെ ഇരു വിഭാഗവും മോചിപ്പിക്കുന്ന ഒരു സാഹചര്യം, സംഘർഷം അവസാനിച്ചു, സമാധാനം പുലർന്നു എന്ന രീതിയിലുള്ള ഒരു പ്രതീക്ഷകളെല്ലാം തന്നെ വന്നു. അതോടൊപ്പം തന്നെ വലിയ ആശ്വാസകരമായ രീതിയിൽ ലോകം ഈ സംഘർഷം ഒഴിവായി, അല്ലെങ്കിൽ യുദ്ധം പൂർണ്ണമായും അവസാനിച്ചു എന്ന രീതിയിലുള്ള പ്രതീക്ഷകളോടെ നിൽക്കുന്നൊരു ഘട്ടത്തിൽ തന്നെയാണ് ഈ രീതിയിൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുന്നതെന്നാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും 5 പേർ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഈ സമാധാന ചർച്ചകളുടെ ഭാഗമായി തന്നെ 2ാം ഘട്ട സമാധാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ 2ാം ഘട്ട ചർച്ചകളെല്ലാം തന്നെ ആരംഭിച്ചു. 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ചർച്ചകൾ നടക്കുന്നൊരു ഘട്ടത്തിലാണ് ഈ രീതിയിലുള്ള ആക്രമണം ഉണ്ടായെന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ബന്ധു കൈമാറ്റമടക്കം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. കൂടാതെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സംഘർഷമായി നിലനിന്നിരുന്ന അനിശ്ചിതത്വങ്ങളെല്ലാം തന്നെ അവസാനിച്ചു. കൂടാതെ ഈ കൂടുതൽ ആളുകൾ മടങ്ങിയെത്തുന്ന സാഹചര്യം, ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നു. സമാധാനത്തിൻ്റെ ഒരു ആഹ്ലാദമെല്ലാം തന്നെ എല്ലായിടങ്ങളിലും പ്രകടമാകുന്നൊരു ഘട്ടത്തിൽ തന്നെയാണ് വീണ്ടും ഒരു ആക്രമണം ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് പറയേണ്ടത്. അതിൽ 5 പലസ്തീനികൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് വളരെ ഒരു രീതിയിൽ വളരെ വിമർശനാത്മകമായ രീതിയിൽ തന്നെ കാണുന്നൊരു കാഴ്ച കൂടിയാണ്. അതായത് സമാധാനത്തിലേക്ക്, അല്ലെങ്കിൽ സമാധാന കരാർ നിലവിൽ വന്നിട്ടും ഈ രീതിയിലൊരു ആക്രമണം ഉണ്ടാകുന്നതെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെയാണ്, വലിയ വിമർശനാത്മകമായി തന്നെയാണ് ലോകം കാണുന്നതെന്നും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈജിപ്തിൽ നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയിലാണ് ഈ ട്രംപ് അടക്കമുള്ള നേതാക്കൾ ഒപ്പുവെച്ചത്. അതോടൊപ്പം തന്നെ ട്രംപ് 20 നിർദ്ദേശങ്ങളാണ് ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത്. അത് ഹമാസും ഇസ്രയേലും അംഗീകരിച്ചതോടുകൂടി തന്നെയാണ് ഈ രീതിയിൽ സമാധാന കരാർ പ്രാബല്യത്തിൽ, അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് ഈ ഇസ്രയേലും അതോടൊപ്പം തന്നെ ഗാസയും എത്തിയതെന്നതാണ് പറയേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു ഈ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതിന് പിന്നാലെയാണ് ഈ രീതിയിലൊരു ആക്രമണം, ഈ സമാധാന കരാർ നിലവിൽ വന്നിട്ടും ഈ രീതിയിലൊരു ആക്രമണം ഉണ്ടായതെന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഈജിപ്തിലെ ഷമർഖയിൽ നടന്ന ഉച്ചകോടിയിൽ 20-ലധികം രാഷ്ട്രത്തലവന്മാർ പങ്കെടുത്തിരുന്നു. ബന്ദിമോചനം, സൈനിക പിന്മാറ്റം, പ്രാദേശിക സുരക്ഷയുടെ സ്ഥിരത എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു കരാറാണ് പ്രാബല്യത്തിൽ വന്നത്. ഈ കരാർ അംഗീകരിച്ചതിന് പിന്നാലെ ഹമാസിലെയും അതോടൊപ്പം തന്നെ ഹമാസ് തടവിൽ ജീവനോടെ ഉണ്ടായിരുന്ന മുഴുവൻ ബന്ദികളെയും ഇസ്രായേലിന് കൈമാറിയിരുന്നു. ഇസ്രായേൽ തടവിലുണ്ടായിരുന്ന പലസ്തീനികളെയും മോചിപ്പിച്ചിരുന്നു. അതോടെ ആ രീതിയിൽ സമാധാനം പുലരുന്നൊരു ഘട്ടം ഉണ്ടാകുന്നു. ലോകം വലിയ രീതിയിൽ തന്നെ വലിയ പ്രതീക്ഷയോടെ എല്ലാം തന്നെ ഇതിനെ കാണുന്നു. അതിന് പിന്നാലെ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നതെന്ന് ഒരു വലിയ ആശങ്കയോടെ തന്നെയാണ് കാണാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും വീണ്ടും ഗാസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഒരു 5 പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഏറ്റവും ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്. എന്തായാലും ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും അവിടെ ആശങ്ക ഒഴിയുന്നില്ലെന്ന് തന്നെയാണ് പറയേണ്ടത്. ദീപ്തി. ശരി.
സമാധാന കരാർ നിലവിൽ വന്നതിന് പിന്നാലെ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ ഗാസയിൽ വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. സമാധാന കരാറിന് ഈജിപ്തിൽ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഗാസയിലുണ്ടായ വെടിവെപ്പിൽ 5 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.